ദൈവത്തിൻ്റെ തന്നെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേഗത്തിൽ വരാമെന്ന് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ പ്രഭാതവന്ദനത്തെ അറിയിക്കുകയാണ്. ഈ പ്രഭാതയാമത്തിൽ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിപ്പാൻ തന്ന വലിയ കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രഭാതവചന ചിന്തയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പ്രഭാത ചിന്ത റോമർക്ക് ലേഖനം 8-ാം അധ്യായം 14-ാമത്തെ വാക്യം. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവനെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ആരാകുന്നു ദൈവത്തിൻ്റെ മക്കൾ? ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സമൂഹം എന്ന് പറയുന്നത് ക്രിസ്തീയ സമൂഹമാണ്. ക്രൈസ്തവ രാഷ്ട്രങ്ങൾ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന രാഷ്ട്രങ്ങൾ വളരെയുണ്ട്. ധനബലത്തിലും അംഗസംഖ്യയിലും പ്രബലതയിലും സാമൂഹിക രംഗങ്ങളിലുമുള്ള സ്വാധീന ശക്തിയും മുൻപന്തി നിൽക്കുന്നത് ക്രൈസ്തവ സഭകളും അതിലെ ശുശ്രൂഷകളും ധാരാളമാണ്. എന്നാൽ ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിലെ അംഗങ്ങളായിരിക്കുന്ന സഹോദരങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ ഭക്തന്മാരായിരിക്കുന്നുവോ എന്ന ചോദ്യത്തിന് മറുപടി നൽകേണ്ടതായിട്ടുണ്ട്. ഈ ചോദ്യം മറുപടി അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായി നാം വായിച്ച വേദഭാഗത്തിലൂടെ നൽകുകയാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവൻ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. എന്നാൽ നിങ്ങളോടുകൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന് അവൻ മറ്റൊരു ആശ്വാസപ്രദനെ നിങ്ങൾക്ക് തരും, സത്യത്തിൻ്റെ ആത്മാവിനെ തന്നെ എന്ന് അരുളി ചെയ്ത കർത്താവ് താൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പേ തൻ്റെ ശിഷ്യന്മാരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്നും വാങ്ങിപ്പോകാതെ നിങ്ങൾ എന്നോട് നിന്ന് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം എന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അന്ന് യഹൂദ മത ഭാരവാഹിത്വവും സന്യസ്ത്രീ സംഘങ്ങളും ഭയപ്പെട്ട് രഹസ്യമായി ഒരുമിച്ച് കൂടിയിരുന്നു. പ്രാർത്ഥിച്ച ഏകദേശം 120 പേരുടെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അവർ തങ്ങളുടെ രഹസ്യ സങ്കേതങ്ങളിൽ നിന്നും പുറത്തു വന്ന് പരസ്യമായി യേശുവിനെ സാക്ഷിപ്പാനിടയായി മാറി. ആ ദിവസം തന്നെ യേശുവിൽ വിശ്വസിച്ചവരുടെ എണ്ണം ഏകദേശം 3120 വർദ്ധിച്ചു. പീഡിതരുടെയും താഴ്ന്നവരുടെയും ക്രൂരമായി അടിച്ചമർത്തുകളുടെയും മരണവീതിയിലൂടെ അവരെ നയിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവായിരുന്നു. യേശുവിൻ്റെ സൗഖ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അത്ഭുതങ്ങളുടെയും പ്രകാശകരണങ്ങൾ അന്ന് സമൂഹത്തിലേക്ക് വാരി വിതറുവാൻ അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കഴിഞ്ഞു. അവർ യേശുവിൻ്റെ അന്ധകാരം നിറഞ്ഞ ലോകത്തിലേക്ക് യേശു വെളിച്ചമായി ആ പരിശുദ്ധാത്മാവിനാൽ കാട്ടിക്കൊടുക്കുവാൻ ദൈവം അവരെ ഉപയോഗിച്ചു. കാരണം അവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടുകൊണ്ടായിരുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ സ്നേഹവും ശക്തിയും പ്രകടമാക്കി യേശു ക്രിസ്തു ഇന്നും ഇന്നലെയും എന്നേക്കും അനന്യനാകുന്നു തെളിയിക്കുവാൻ കഴിയണമെങ്കിൽ നാം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി മാറണം എന്ന് ഓർപ്പിക്കുന്നു. അപ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും നാം ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഇടയായി മാറും. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഈ പ്രഭാതം നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവാത്മാവിനാൽ നാം നയിക്കപ്പെടുക, ദൈവസനെ പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലെസ് യു. മാറാനാഥ.